ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പാർട്സ് കൊണ്ടുള്ള റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സവോള വേണം, ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുക്കണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, 3 പച്ചമുളക് രണ്ടായിട്ട് കീറിയെടുക്കണം. ഒരു ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കരിയാൻ പാടില്ല, കരിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. നമുക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് സവോള ചേർത്ത് കൊടുക്കാം. സവോള എത്ര സ്ലൈസ് ആയിട്ട് അരിയുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് സവോള കുക്കായി കിട്ടും. നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് സവോള വാട്ടിയെടുക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ചിക്കൻ പാർട്സ് നല്ല രീതിക്ക് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കഴുകിയതിന് ശേഷം നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 10 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് എന്നിവ ചേർത്ത് നമ്മൾ നല്ല രീതിക്ക് ചിക്കൻ പാർട്സ് എല്ലാം വേവിച്ച് വെച്ചേക്കുവാണ്. നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ പാർട്സാണിത്. നമ്മൾ സവോള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. മുഴുവൻ പെരുംജീരകവും കുറച്ച് മസാലകൾ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവോള നല്ല രീതിക്ക് വഴണ്ടി വന്നിട്ടുണ്ട്, കണ്ടോ? അതേപോലെ ആ കളറൊക്കെ വരണം, എണ്ണയൊക്കെ തെളിയണം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മതിയാവും, കാരണം ചിക്കൻ പാർട്സ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളിതിന് എരിവിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ്. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം നല്ല എരിവ് വേണം, എങ്കിലേ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ കുരുമുളകും പച്ചമുളകുമാണ് നമ്മൾ. ഇതിനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി എരിഞ്ഞ തക്കാളി ചേർത്ത് നമുക്കൊന്ന് തക്കാളി ഉടയുന്നിടം വരെ മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. ഇതിലേക്ക് വേണം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ പാർട്സ് ചേർത്ത് കൊടുക്കാൻ. വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം, ഇടിയപ്പം, പുട്ട് എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നമ്മൾ പൊടിച്ച മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വെക്കണം. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.